ഒരു പോർഷൻ ഉണ്ട്. ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഞാനിപ്പോ നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നോണ്ട് മാത്രമല്ല അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അവാർഡുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് തന്നെയാണ് പല വ്യക്തികളും പറയപ്പെടുന്നതും. പക്ഷേ എന്നാൽ ആടുജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നജീബിനെതിരെ പല വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അനുഭവിച്ചിട്ടുള്ള നജീബിനെതിരെ ഇപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് മൃഗഫോ. അപ്പോൾ ഈ ഒരു ലേഡി പറയുന്ന കാര്യം ഇത്തരത്തിലാണ്. ഇതിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ലേഡി പറയുന്നത് നജീബ് അവിടെയുള്ള ആടുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഈ ഒരു ലേഡി പറയുന്നത്. ഇത്തരത്തിൽ പല ആളുകളും ഇപ്പോൾ നജീബ് അങ്ങനെയുള്ള ഒരാളാണ്, കാരണം ആ ഒരു നോവലിൽ അത് കൊടുത്തിട്ടുണ്ട്, നജീബ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പല വ്യക്തികളും ഇപ്പോൾ നജീബിനെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ജസ്റ്റ് നജീബ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾപ്പിച്ചു തരാം. ഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് ഇതിനു വേണ്ടി അത് എഴുതിയതാണ്. പക്ഷെ ഞാൻ ആടിന് എന്റെ മക്കളെ പോലെ ആടിനെ കണ്ടിട്ട് എന്റെ മക്കളതല്ല ആടില്ല. അങ്ങനെ ഞാൻ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏത് ഈ പറയുന്ന ആ ഒരു ആടുമായിട്ടുള്ള നമ്മളത് ചെയ്യാൻ പറ്റുമോ? കാരണം കുറെ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്തു, എന്താണ് നജീബിക്ക് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ നോവലിന് വേണ്ടിയാണ് പുള്ളി എഴുതിയത്. ഞാൻ ആടിനെ 100% ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി. ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും. പ്രസവിച്ചാൽ ഞാൻ തോളിട്ടുണ്ടല്ലോ. അപ്പം ആടിനെ അങ്ങനെ പിന്നെ ചെയ്ത് ഞാൻ ചോദിക്കാൻ ചെയ്തു അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എനിക്ക് പറഞ്ഞു. അല്ലെ നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അതെ, ആ ഒരു നോവൽ പുറത്ത് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഫാമിലിന്റെ ഒക്കെ ഉമ്മാന്റെ ഒക്കെ ഫാമിലിക്കൊക്കെ നമ്മളെ കുറിച്ചെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ഫാമിലിക്ക് ഇതിങ്ങനെയൊക്കെ അവരോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നോവലിന് വേണ്ടി അത് തരില്ലല്ലോ, അല്ലാതെ അങ്ങനെ നമ്മളൊരു സംഭവം ഉണ്ടാവും. അതെനിക്കും വളരെ വിഷമമായിപ്പോ അതിങ്ങനെ എഴുതിയേക്കുന്നത്. കാരണം നമുക്ക് നമ്മൾ ആടിനെ ഈ മരുഭൂമിയിട്ട് എന്ത് ഇതൊക്കെ ഞാൻ സാധനം വിളിക്കുന്നുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിൽ കാര്യമായിട്ട് തന്നെ ആ ഒരു യുവതി ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ആടുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, അങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, അതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മുടെ നജീബ് തന്നെ മറുപടി നൽകുന്നുണ്ട്. ആ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഇത് ആ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ബെന്യാമിൻ എഴുതി ചേർത്തുണ്ടാക്കിയതാണ്. കഥ ഒന്ന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതായിട്ട് വരും, അങ്ങനെ ചേർത്തിട്ടുള്ളതാണ്. അല്ലാതെ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അതും അത്തരത്തിൽ അവിടെ പട്ടിണി കിടന്ന വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ പലതും വിളിച്ചു പറയുകയാണ്. ഇതിൽ നജീബ് തന്നെ പറയുന്നുണ്ട്, ബെന്യാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എനിക്ക് പുറത്തടങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ ഈ നജീബ് തന്നെ ബെന്യാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെന്യാമിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കഥയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. അത് ബെന്യാമിൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ അതും പറയുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഒരു പോർഷൻ കൂടി ഇവിടെ നിന്ന് വെച്ച് തരാം. നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും. അത് ശരി, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നജീബിന്റെ അടുക്കുമെന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത്. ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല, അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്, അത് നജീബിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഇതിന് ഉത്തരം പറയേണ്ടതായ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചില്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും നജീബിന്. അതാണ്. അപ്പോൾ ബെന്യാമിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായി. അപ്പോൾ ഇനി ഇതും പിടിച്ച് ആരും നടക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ തന്നെ രണ്ടുപേരും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ഇതിലുള്ളത്. കാരണം ഒരു പട്ടിണി കിടക്കുന്ന സമയത്ത് കുബൂസൊക്കെ വെറും കുബൂസ് തിന്ന് വെറും വെള്ളം കുടിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത് എങ്ങനെ ഇതിന് തോന്നും? എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് തോന്നുക. ആ സമയത്ത് ഇത്തരത്തിലുള്ളതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും ഒരാളെ കൊണ്ടും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതിരിക്കുക. കാരണം ഒരു വ്യക്തി വളരെ കഷ്ടപ്പാട് സഹിച്ച് നിന്നിട്ടുള്ള ഒരു സംഭവത്തെയാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാക്കി മാറ്റുന്നത്, ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം അന്നും അവിടെ വളരെ വലിയ വേദനകളാണ് സഹിച്ചിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ആ ഒരു ജീവിതകഥ സിനിമയൊക്കെ ആയി മാറുന്ന സമയത്ത് വീണ്ടും വിമർശനങ്ങൾ വരിക എന്ന് പറയുമ്പോൾ
അദ്ദേഹത്തിന് താങ്ങാനാവില്ല. ചെയ്യാത്ത കാര്യങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് സത്യാവസ്ഥ അറിയാതെ ഒന്നും തന്നെ പറയരുത്. ഇതിപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. ആടുകളുമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല, അത് കഥയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്ന് ഇവർ രണ്ടുപേരും തന്നെ പറയുന്നുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യന് അങ്ങനെ പട്ടിണി കിടന്ന ഒരു മരുഭൂമിയിൽ ചൂടും ആ ഒരു സമയത്ത് ഇങ്ങനെയൊന്നും തോന്നത്തില്ല എന്ന് നമുക്ക് ഇവരുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാകും.